ശ്രദ്ധയെ തിരിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായമാണല്ലോ നാം ധ്യാനിക്കുന്നത്. 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം തന്നെ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. കഴിഞ്ഞ ആഴ്ചയിൽ ബിലയാമിനെ കുറിച്ച്, ബിലയാമിന്റെ ഉപദേശത്തിലേക്ക് മനസ്സിലാക്കേണ്ടതിനായി, എന്താണെന്ന് മനസ്സിലാക്കേണ്ടതിനായി നാം ആ വേദഭാഗങ്ങൾ ഒന്ന് ധ്യാനിക്കുവാൻ നമുക്ക് സാധിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ പെർഗമോസിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്, വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ദൈവത്തിന്റെ ജനത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന ബാലാക്ക് ശപിക്കുവാനായി ബിലയാമിനെ കൂലിക്ക് വിളിക്കുകയും അങ്ങനെ ഇസ്രായേൽ ജനം ശപിക്കപ്പെട്ടവരായി തീരുകയും ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ബാലാക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അതൊന്നും വിജയിച്ചില്ല. ബിലയാം വായു തുറക്കുമ്പോഴെല്ലാം ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെടുവാനിടയായി. അതുകൊണ്ട് തന്നെ ബിലയാമിന് തന്റെ കൂലി ലഭിക്കുന്നില്ല. കൂലിക്ക് വേണ്ടി ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ വേണ്ടി പോയ പ്രവാചകന് കൂലി ലഭിക്കാതെ വന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ ശാപഗ്രസ്തരാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വിഗ്രഹാർപ്പിതം തിന്നുവാനും ഇടർച്ച വെച്ച് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി പരസംഗം ചെയ്യുവാനുമുള്ള വഴി ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ട് നാം സംഖ്യാപുസ്തകത്തിൽ വായിക്കാനിടയായി. പ്രിയമുള്ളവരെ, ഈ ഒരു സംഗതി മറ്റുള്ളവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, വചനത്തിൽ നിന്ന് നീങ്ങിപ്പോകേണ്ട വിധത്തിൽ പല ആലോചനകളും ഉപദേശങ്ങളും വളർന്നു വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്നുള്ള കാര്യം നാം മറക്കരുത്. ഉപദേശങ്ങളുടെ തിരത്തള്ളലിൽ ഒരുപാട് ഉപദേശങ്ങളുടെ പിന്നാലെ ഏത് ശരി ഏത് തെറ്റെന്നറിയാതെ ഈ നാടുകൾ പോകുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാറ്റിൻ്റെയും പിന്നാലെ പോകാൻ ആളുണ്ട്. ഏതൊരു കാര്യത്തെയും സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് ആളുകളുണ്ട്. അതിനകത്ത് വചനത്തിന് എന്ത് പ്രസക്തി എന്നൊന്നും ഈ നാടുകൾ ശ്രദ്ധിക്കാറില്ല. അതിനൊരു വില കൊടുക്കാത്ത ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം മാറിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. സാത്താന്റെ, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് വചനത്തിൽ നിന്ന് ജനത്തെ അകറ്റുക എന്നുള്ളതാണ്. അത് ദൈവമക്കൾ മറക്കരുത്. വചനത്തിൽ നിന്ന് ദൈവത്തിന് ജനം അകന്നു പോകണമെന്നുള്ളതാണ് ഈ ലോകത്തിൽ പിശാചിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് അതിനു വേണ്ടി ഏത് തന്ത്രവും ഏത് ഉപദേശത്തെയും പടച്ചുവിടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പെർഗമോസിലെ സഭയെ കുറിച്ച് നാം വായിക്കുമ്പോൾ അവരെ കുറിച്ചും പറയുന്ന അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ മക്കൾ പ്രമാണമുള്ളവർ, വചനമറിയുന്നവർ, ദൈവത്തെ അറിയുന്നവർ ദുർനടപ്പാചരിക്കേണ്ടതിന് ബാലാക്കിന് ബിലയാം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ദുർനടപ്പാചരിക്കേണ്ടതിന് ഉപദേശിച്ചു കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വചനത്തെ അതിനു വേണ്ടുന്ന വില കൊടുക്കാതെ ദുർനടപ്പാചരിക്കേണ്ടതിന് അത് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അതേ സംഗതി ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലും സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഇന്ന് രാവിലെ നാം വായിക്കണം. ഒന്ന്, 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം.
അവർ നേർവഴി വിട്ട് ബെയോരിന്റെ മകനായ ബിലെയാമിന്റെ വഴിയിൽ നടന്നു. ശ്രദ്ധിക്കണം, അവിടെ ഉപയോഗിക്കുന്ന ഒരു പദം ബിലെയാമിന്റെ വഴിയിൽ നടന്നു. എന്താ ബിലെയാമിന്റെ വഴി? അവന് പണം വേണമായിരുന്നു, അവന് സമ്പത്ത് വേണമായിരുന്നു, അവന് പൊന്നും വെള്ളിയും വേണമായിരുന്നു. തിന്മ പ്രസംഗിച്ച, തിന്മ പറഞ്ഞ, വചനം പറയാതെ പണത്തിന്റെ പിന്നാലെ പോയി. ദൈവത്തിന് സ്തോത്രം. പണത്തിനു വേണ്ടി ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ ഒരു മനുഷ്യൻ, ബിലെയാമിന്റെ വഴിയിൽ നടക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. അപ്പോ അങ്ങനെ വരുമ്പോ ബിലെയാമിന്റെ വഴിയിൽ നടക്കുന്നവരെന്ന് പറയുമ്പോ ഇന്ന് അതൊരു യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല. ക്രിസ്ത്യാനിറ്റി കൊമേഴ്സ്യലൈസ്ഡ് ചെയ്തൊരു കാലഘട്ടം ഈ കാലഘട്ടം. ക്ഷമിക്കണം, ഞാൻ ആ വാക്കുപയോഗിക്കുമ്പോൾ ദൈവസഭയിൽ ക്രിസ്ത്യാനിറ്റി കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെടുകയാ. എല്ലാറ്റിനും കാശിന്റെ പേരിലാ കാര്യങ്ങൾ. പണത്തിനു വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. വചനം അതിനെ കുറിച്ച് പറയുന്നത് ബിലെയാമിന്റെ വഴി എന്നാണ്. ഈ രാവിലെ എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലൊന്നും ഇല്ലെങ്കിലും ബിലെയാമിന്റെ വഴിയിൽ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ബിലെയാമിന്റെ വഴിയിൽ നടന്നവർ, ഹല്ലേലൂയ. എനിക്ക് അത് മാത്രം ഇന്ന് രാവിലെ പ്രസംഗിക്കണം താല്പര്യമുണ്ട്. സ്തോത്രം. ഞാൻ ആ വിഷയം അങ്ങനെ വിട്ടുപോകട്ടെ. ക്രിസ്ത്യാനിറ്റി കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. അതിന് ദൈവവചനം പറയുന്നു ബിലെയാമിന്റെ വഴി. 2 യൂദയുടെ ലേഖനം 11 വാക്യം വായിച്ചേ. യൂദയുടെ ലേഖനം 11 വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും. ദുരുപദേശക്കാര് ദൈവസഭയിലേക്ക് പ്രവേശിച്ചതിനെ, അതിനെ പിൻപറ്റുന്ന ആളുകൾ ദൈവസഭയിൽ ഉണ്ടായതിനെയൊക്കെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന പേര് വിളിച്ചുകൊണ്ട് യൂദ ദുരുപദേശത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്ന സമയത്ത് താൻ പറയുന്ന 1-2 കാര്യങ്ങളാണ് 11 വാക്യത്തിൽ നാം വായിക്കുന്നു. വായിച്ചോ. അവർക്ക് അയ്യോ കഷ്ടം, അവർക്ക് അയ്യോ കഷ്ടം. ദുരുപദേശക്കാർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും. ശ്രദ്ധിക്കണം, കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കും. അപ്പൊ ഒന്നാമത് വായിച്ചത് ബിലെയാമിന്റെ വഴി. രണ്ടാമത് യൂദ പറയുന്നു ബിലെയാമിന്റെ വഞ്ചന. പ്രൈസ് ദി ലോർഡ്. ആരാ വഞ്ചിക്കപ്പെട്ടത്? ഇസ്രായേൽ ജനം വഞ്ചിക്കപ്പെട്ടു. പക്ഷെ ഇവിടെ പത്രോസ് യൂദയൊക്കെ എഴുതുമ്പോ ഇസ്രായേലിനെ കുറിച്ചല്ല എഴുതുന്നത്, ദൈവസഭയെ കുറിച്ച് എഴുതുന്നത്. ബിലെയാമിന്റെ വഞ്ചനയിൽ പെട്ടുപോകുന്നവര്, ബിലെയാമിന്റെ വഞ്ചനയിൽ പെട്ടുപോകുന്നവർ എന്തിനു വേണ്ടിയാ? കൂലി കൊതിച്ച, വെറുതെ അല്ല, കൂലി കൊതിച്ച ബിലെയാമിന്റെ വഞ്ചനയിൽ പെട്ടുപോകുന്ന ഈ കാലഘട്ടത്തിലെ ആളുകൾ പണത്തിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി വചനത്തെ മാറ്റിവെച്ച് വേർപാട് വേണ്ടെന്ന് പറഞ്ഞ് ഉപദേശത്തിന് വില കൊടുക്കാതെ, വചനത്തിന് വില കൊടുക്കാതെ, എല്ലാം ശരിയാണ്, എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞ് ദൈവത്തെ വിട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ നാടുകൾ മാറിക്കഴിഞ്ഞു. ബിലെയാമിന്റെ വഞ്ചനയിൽ പെട്ടുപോകുന്ന ആളുകൾ, അങ്ങനെ അവരെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ പെട്ടുപോകുന്നവർ. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ബിലെയാമിനെ കുറിച്ച്, ഇതേ ഉപദേശത്തെ കുറിച്ച് പറയുമ്പോൾ 2:14 മൂന്നാമത്തെ ഒരു വാക്ക് നാം കാണുന്നു. 2:14 എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവിടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം. 3 ബിലെയാമിന്റെ ഉപദേശം. 1 ബിലെയാമിന്റെ വഴി, 2 ബിലെയാമിന്റെ വഞ്ചന, 3 ബിലെയാമിന്റെ ഉപദേശം. ദൈവത്തിന് സ്തോത്രം. എന്തിനാ?
ടു കോംപ്രമൈസ് അവർ സ്റ്റാൻഡേർഡ്സ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് നമ്മൾ മറന്നുപോയി. ദൈവസഭയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ദൈവസഭ മറന്നുപോയി. ദൈവമക്കൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ദൈവമക്കൾ മറന്നുപോയി. ഹല്ലേലൂയ. അത് ധരിച്ച വസ്ത്രത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ല, നാം പാർക്കുന്ന വീടിന്റെ സ്റ്റാൻഡേർഡ് അല്ല, നിന്റെ ജീവിത രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് മറക്കരുത്. ഹല്ലേലൂയ. സ്റ്റാൻഡേർഡ് കോംപ്രമൈസ് ചെയ്തു, അതവരുടെ പ്രശ്നം. ബിലെയാമിന്റെ ഉപദേശമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ എഴുതുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു കൊടുക്കുന്ന ദൂതീത, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു. പ്രൈസ് ഗോഡ്. എന്തിനാ? ടു കമ്മിറ്റ് ഫോർണിക്കേഷൻ. ഒരു വാക്ക് മാത്രം മതി മണിക്കൂറുകൾ നമുക്ക് സംസാരിക്കാൻ. ദുർനടപ്പാചരിക്കേണ്ടതിന്, വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന് ബിലെയാമിന്റെ ഉപദേശത്തിന് പിന്നാലെ പോയി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ നാം ഈ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ദൈവസഭയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ മാർക്കറ്റിൽ പോകുന്ന പോലെയല്ല, അവിടെ കേൾക്കുന്ന സംസാരം പോലെയല്ല ഒരു ദൈവവൈദ്യനെ സംസാരിക്കേണ്ടത്. നിന്നെ ജോലിക്ക് നിശ്ചയിച്ച് നിനക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയ സ്ഥലത്ത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനല്ല, വചനത്തെ ഉയർത്താൻ ഒരു ശുശ്രൂഷകനായിട്ട് ദൈവത്തിനെ അവിടെ ആക്കി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ജോലി ചെയ്യുന്നിടത്ത് കാശ് കിട്ടുമോ? നല്ലതാ, നമുക്ക് കാശ് വേണം. ഞാൻ കാശ് വേണമെന്ന് പ്രസംഗിച്ചില്ല, കാശ് വേണം, കാര്യങ്ങൾ നടക്കണ്ടേ. പക്ഷേ അതിനെല്ലാം ഉപരി ദൈവം നമ്മെ അപ്പോയിന്റ് ചെയ്ത ഓരോ സ്ഥലത്തെയും ഓരോ ശുശ്രൂഷകന്മാര് ദൈവത്തിന്റെ ദാസീദാസന്മാരെന്ന് ഈ രാവിലെ മറക്കരുത്. അവിടെ ശുശ്രൂഷിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെ ശുശ്രൂഷിക്കുന്ന പറയുന്നേ? എന്റെ ദൈവമാക്കിയിടത്ത്, എന്റെ ദേശത്ത്, എന്റെ സമൂഹത്തിൽ, എന്റെ ജോലി സ്ഥലത്ത് എന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ, യേശുവിനെ ഉയർത്താൻ എന്നെ ദൈവം നിശ്ചയിച്ചാക്കി വെച്ചത് വെറുതെ ആക്കിയതല്ലെന്നാ ഞാൻ പറഞ്ഞേ. ഇന്റർവ്യൂവിന് പോയത് ശരിയാ, എക്സാം എഴുതിയത് ശരിയാ, ജോലി കിട്ടിയത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാ. പക്ഷെ ഇതിനെയൊക്കെ പിമ്പിൽ നിനക്ക് വേണ്ടി ചലിച്ചൊരു കരമുണ്ട്. നീ വിശ്വസ്തരായി യേശുവിനെ ഉയർത്താൻ നീ അവിടെ നിൽക്കുമെന്ന് ദൈവം കണ്ടിട്ട് അവിടെ ആക്കി വെച്ചതാ. പക്ഷെ നമുക്ക് ഇതൊരു വിഷയമല്ലാതായി മാറി എന്നുള്ള പ്രശ്നം. നമ്മൾ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, പല കാര്യങ്ങളിലും പല രീതിയിൽ ഇടപെട്ടാലും നമ്മെ കുറിച്ച് ഞാൻ സമൂഹത്തിലെ പൊതുവായ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നാം ഒരു ശുശ്രൂഷകനാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവാ. പത്രോസ് ലേഖനത്തിൽ പത്രോസ് പറയുന്നു, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് വിളിക്കപ്പെട്ട അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവനെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പ്രൈസ് ഗോഡ്. പ്രിയമുള്ളവരെ, പദവി ലഭിച്ചത് പദവിയിൽ ഇരിക്കാനല്ല, പദവി കൊണ്ട് ദൈവത്തെ സേവിക്കാൻ, യേശുവിനെ ഉയർത്താൻ ദൈവം നമ്മെ ആക്കി വെച്ചെങ്കിൽ അത് മറന്നുപോകാൻ നമ്മെ കൊണ്ടിടയായി തീരരുത്. ബിലെയാമ് ഉപദേശിച്ചു കൊടുത്തത് സ്റ്റാൻഡേർഡ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയാ. പണ്ടൊന്നും നമ്മളാരും, നമ്മളെന്ന് പറയുമ്പോൾ ദൈവസഭയിലുള്ള പണ്ടത്തെ വിശുദ്ധന്മാര്, കർത്താവിന്റെ ദാസീദാസന്മാരൊന്നും അരുതാത്ത സ്ഥലത്ത് പോകുകയോ അരുതാത്തത് പ്രവർത്തിക്കുകയോ ചെയ്യത്തില്ലായിരുന്നു. അവരൊക്കെ ഉരുവിട്ടോണ്ടിരുന്നത് 1-ാം സങ്കീർത്തന. ഹല്ലേലൂയ. 1-ാം സങ്കീർത്തന. 1-ാം സങ്കീർത്തന ചില കാര്യങ്ങളുണ്ട്. 1-ാം സങ്കീർത്തന എന്താ വായിക്കുന്നേ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പിന്നെ പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. ഇപ്പൊ ചോദിക്കും, പാസ്റ്റേ എനിക്കപ്പോ ഇവരുടെ കൂടെ ഇരിക്കാമോ നിൽക്കാമോ? ഞാനത് മറുപടി പിന്നെ വരുമ്പോ പറയാം. അപ്പൊ ദുഷ്ടന്മാരോടുകൂടെ ഇരിക്കാതെ നിൽക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ കൂട്ടത്തിൽ ഇരിക്കാതെ, പിന്നെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ഉരുവിട്ടോണ്ട നമ്മുടെ അപ്പച്ചമാരും അമ്മച്ചിമാരും ജീവിച്ചോണ്ടിരുന്നേ.
ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നമ്മൾ കോംപ്രമൈസ് സ്റ്റാൻഡേർഡ് ചെയ്യപ്പെട്ടു. എല്ലാ മേഖലയിലും അത് ദൃശ്യമായി കോംപ്രമൈസായി മാറിയ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പോ ഈ ബിലെയാമിന്റെ ഒരു ഉപദേശത്തിന്റെ പ്രശ്നം ഞാൻ പറയാം. അപ്പൊ 3 കാര്യം ഞാൻ പറഞ്ഞു. ബിലെയാമിന്റെ ഉപദേശത്തിന്റെ പ്രശ്നം സഭയിൽ വരുമ്പോൾ വളരെ വളരെ ഗൗരവമായ ചില പ്രശ്നങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലോസഫി ഞാൻ മനസ്സിലാക്കുന്ന ഇതാ: ഈ ലോകവുമായി എല്ലാ അർത്ഥത്തിലും നമുക്ക് സഹകരിക്കാം, ഇടപെടാം, അപ്പോൾ തന്നെ ദൈവത്തെ സേവിക്കുകയും ചെയ്യാം. വളരെ ശ്രദ്ധിച്ച വാക്ക് മനസ്സിലാക്കണം. എനിക്ക് ലോകവുമായി എല്ലാ അർത്ഥത്തിലും സമരസപ്പെടാം, അപ്പോൾ തന്നെ എനിക്ക് ദൈവത്തെ സേവിക്കുകയും ചെയ്യാം. ഇതാ ഈ ഫിലോസഫിയുടെ പ്രശ്നം. ലോകവുമായി സമരസപ്പെട്ട് എനിക്ക് ദൈവത്തെ സേവിക്കുകയും ചെയ്യാമെങ്കിൽ ഞാൻ ഈ പുസ്തകത്തെ പിൻപറ്റേണ്ട കാര്യമില്ലായിരുന്നു. പുസ്തകത്തെ ഞാൻ പിൻപറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ പുസ്തകത്തെ ഞാൻ പിൻപറ്റുന്നെങ്കിൽ എനിക്ക് ലോകത്തെ സ്നേഹിച്ച് സമരസപ്പെട്ട് ഈ കർത്താവിനെ സേവിക്കാൻ പറ്റത്തില്ല. ഒന്ന് ഞാൻ ത്യാഗം ചെയ്തേ പറ്റും, ഏതെങ്കിലും ഒന്ന്. ബിലെയാം പറയുന്ന രണ്ടും നടക്കും. നമുക്ക് ലോകത്തിന്റെ കൂടെ ലോകമാകുമ്പോൾ ലോകത്തിന്റെ കൂടെ നിൽക്കാം, ആത്മീയ കാര്യം വരുമ്പോൾ ആത്മീയ കാര്യത്തിന്റെ കൂടെ നിൽക്കാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുമെന്നുള്ള പ്രശ്നം തിരുവചനം പറയുന്ന പോകത്തില്ലെന്നാ. ദൈവം പറയുന്ന രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. ഞാൻ 2-3 കാര്യങ്ങൾ ഈ വിഷയത്തോടനുബന്ധിച്ച് ഒന്ന് തൊട്ട് ഓർപ്പിക്കാം. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിച്ച. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും എനിക്ക് വിശുദ്ധരായിരിക്കണം. ബിലെയാമിന്റെ ഉപദേശം പറയുന്നത് കോംപ്രമൈസ് വിത്ത് ദ വേൾഡ്. യു ക്യാൻ കോംപ്രമൈസ് യുവർ സ്റ്റാൻഡേർഡ്, നോ പ്രോബ്ലം. ഈ ലോകവുമായി സമരസപ്പെട്ടോ, ഈ ലോകവുമായി ചേർന്ന് പോയിക്കോ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം അത് നിങ്ങൾ വലിയ കാര്യമായി എടുത്തില്ലെങ്കിലും ദൈവത്തെ സേവിക്കുന്നെങ്കിൽ അതാ വലിയ കാര്യമെന്ന് ആളുകൾ പറയുന്നേ. വളരെ കൃത്യമായി തിരുവചനം പറയുന്നു, നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനമായിരിക്കണം. കാരണം യഹോവയായ ദൈവം ഞാൻ വിശുദ്ധനാണ് എന്നാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. വിശുദ്ധി എന്നുള്ള വിഷയമൊന്നും നമ്മൾ അധികമൊന്നും കേൾക്കാത്ത പറയാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നുപോയി. വിശുദ്ധ ജീവിതം നയിക്കുക, വേറെപ്പെട്ട ജീവിതം നയിക്കുക എന്നൊക്കെ പറയുന്ന ആ ഉപദേശത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് അകന്നുപോയി. പക്ഷെ കർത്താവിന്റെ വചനം ഇന്ന് വരെ മാറിയിട്ടില്ല. ലോകം മാറിയാലും പ്രപഞ്ചം മാറിയാലും ഈ വചനത്തിലെ വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ലെന്നത് ദൈവത്തിന് മാറ്റമില്ലാത്ത നിയമമാകിയാൽ ഈ രാവിലെ ഞാൻ പറയാം, അവന്റെ വിശുദ്ധിക്ക് ഇന്നും ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. അവരെ പിൻപറ്റുന്നവർ വിശുദ്ധരായിരിക്കണം എന്നത്രേ തിരുവചനം വിളിച്ചു പറയുന്നത്. ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കർത്താവിനെ പിൻപറ്റുന്ന ദൈവത്തിന്റെ മക്കൾ കർത്താവ് ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടയ്ക്കാമരൊക്കെ വെട്ടിക്കളഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അടയ്ക്ക കായിപ്പിച്ച അത് വിറ്റ് കഴിഞ്ഞാൽ അതുകൊണ്ട് പുകയില കൂട്ടി ആളുകൾ അത് കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് അത് വെട്ടിക്കളഞ്ഞ ചരിത്രമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ വിൽക്കാൻ പാടില്ലാത്തതൊക്കെ അവര് മാറ്റി വിൽക്കാതിരുന്ന ഒരു കാലഘട്ടമൊക്കെ ദൈവസഭയിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ ആശയം, ദൈവത്തിന് സ്തോത്രം, വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്റെ സ്റ്റാൻഡേർഡ് അല്ല. വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. അതിന് തുല്യമായിട്ട് ഇന്ന് രാവിലെ വേറൊന്നുമില്ല. ദൈവം നമ്മെ വിളിച്ചത് വിശുദ്ധരായിരിക്കാൻ വേണ്ടി അത്രേ. പ്രൈസ് ഗോഡ്. അപ്പൊ കോംപ്രമൈസ് നടക്കത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2 സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം.
ബാലാമിന്റെ ഉപദേശം പറയുന്നത് നമുക്ക് ഡിസ്റ്റിങ്ഷൻ ആവശ്യമില്ല. ദൈവമൈതലും ലോകവും തമ്മിൽ ഒരു ഡിസ്റ്റിങ്ഷനും വേണ്ടെന്നാ. പക്ഷെ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് ശ്രദ്ധിക്ക്, 5:13, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ, നമുക്ക് കാരമില്ലാതെ പോയാൽ അത് എന്തൊന്ന് കൊണ്ട് രസം വരുത്താം. പിന്നെ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്താം. പിന്നെ പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നമ്മളാണ് ഈ ഭൂമിയുടെ ഉപ്പെന്ന് കർത്താവ് പറയുന്നു. ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇവിടെ ഒരുപാട് പ്രയാസങ്ങളെല്ലാം ഉണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ നമ്മളെ ആക്കി വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെ ഒരൊറ്റ മനുഷ്യരായി ദൈവം എവിടെയും ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഉപ്പിന്റെ ഒരു ഗുണം അതിങ്ങനെ നീറി 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 പിടിക്കുന്നതാ. പ്രൈസ് ഗോഡ്. അതിങ്ങനെ നീറി 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 പിടിക്കും. അതിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ചെയ്യും. ഒരൊറ്റ കാര്യമുള്ള, ഇതിനകത്ത് കാരം ഉണ്ടായിരിക്കണം. ഈ കാരം ഇല്ലാതെ വരുമ്പോഴാണ് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായിട്ട് മാറുന്നത്. ഡിസ്റ്റിങ്ഷൻ വേണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ശരിയാ. ഡിസ്റ്റിങ്ഷൻ വേണ്ടെന്ന് ലോകവും ഈ ദൈവവൈദ്യരും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലെന്നൊക്കെ ആളുകൾ പറയുമ്പോ ഈ ലോകത്തിന് എന്തേലും ഗുണം വരണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മൾ ഭൂമിയുടെ ഉപ്പ. ഈ ഉപ്പിന് കാരം ഇല്ലാതെ പോയാൽ പിന്നെ എന്തോന്നുകൊണ്ട് ഗുണം വരുത്താൻ പറ്റും, എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്താൻ പറ്റുന്ന കർത്താവ് തന്നെ ചോദിക്കുന്ന ചോദ്യം. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിലെ മാഗ്നാകാർട്ട കർത്താവ് എഴുതി വെക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ യേശു പറയുന്നത്. ദൈവരാജ്യത്തിന് അകത്ത് കയറിയ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഈ ഭൂമി ജീവിക്കാൻ, ഈ സമൂഹത്തെ സ്വാധീനിക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ടെന്ന് ഈ രാവിലെ മറക്കരുത്. അതിനാ കർത്താവ് നമ്മെ വേർതിരിച്ചു വെച്ചിരിക്കുന്നത്. കാരമുള്ള ഉപ്പായിട്ട് ജീവിക്കണം. കാരം ഇല്ലാത്ത ഉപ്പായിട്ടല്ല, കാരമുള്ള ഉപ്പായിട്ട് ജീവിക്കണം. പ്രൈസ് ഗോഡ്. ഇങ്ങനെയാ നമ്മളൊക്കെ ഇത് ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളാകുമ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ നന്നായി എന്നേക്കാൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നല്ല കാരമുള്ള ഉപ്പായി ഈ ഭൂമിയിൽ ജീവിച്ച് അവസാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, ഗലാത്യ ലേഖനം 5:9 ബിലയാമിന്റെ ഉപദേശത്തിന്റെ മൂന്നാമത്തെ പ്രശ്നം, ഒരൽപ്പം പാപമൊന്നും ഒരു കുഴപ്പമില്ലെന്നാ. വായിച്ച വാക്യം, ഗലാത്യ ലേഖനം 5:9. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന കുറച്ചു പാപം വലിയ കുഴപ്പമില്ലെന്നാ. പക്ഷെ പൗലോസ് പറയും അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും ഇച്ചിരി മതി, അത് മുഴുവൻ നശിപ്പിക്കുന്ന പറഞ്ഞേ. ചത്ത ഈച്ച തൈലം മുഴുവൻ നശിപ്പിക്കുന്ന തിരുവചനം പറയുന്നുണ്ട്. എന്ന് വെച്ച് അധികം വേണ്ട, ഒരിച്ചിര മതി. ഇച്ചിര മതി. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ നശിപ്പിക്കും. നമ്മൾ പറയുന്ന ലിറ്റിൽ സിൻ ഡസ് നോട്ട് ഹേർട്ട്. ഇച്ചിര പാപം അത് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ ഓവർകം ചെയ്യാം, പോട്ടെ 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 എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനൊന്നും വില കൊടുക്കാതെ പോവാ. തിരുവചനം പറയുന്നത് ഇത് പിണ്ടത്തെ മുഴുവനും നശിപ്പിക്കും. അതിനോട് ചേർത്തൊരു വാക്യം വായിച്ചു, 1 തിമോത്തിയോസ് ലേഖനം 6:3-6 വരെയുള്ള വാക്യങ്ങൾ. 1 തിമോത്തിയോസ് 6:3-6 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പത്യവചനവും വ്യക്തിഗത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച ചീർത്തിരിക്കുന്നു. പിന്നെ അവയാൽ അസൂയ, ഷണ്ഡ, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അടുത്ത വാക്യം, അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. എന്തിനാ ഇവര് ദൈവത്തെ സേവിക്കുന്നേ? ലാഭം കിട്ടണം, എനിക്ക് കാശ് വേണം. പ്രൈസ് ഗോഡ്. എന്തിനാ ദൈവത്തെ സേവിക്കുന്നേ? ഇവരുടെ ഒറ്റ ലക്ഷ്യം കാശ് വേണം. അത് തന്നെയല്ല ബിലയാമിന്റെ ഉപദേശം. എങ്ങനെ സേവിച്ചാലും എനിക്ക് കാശ് വേണം.
ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധമ നമ്മെ ഓർപ്പിക്കുന്നത്, എല്ലാരും തെറ്റിപ്പോയെന്നും അല്ല ഞാൻ പറഞ്ഞേ. ഇതിപ്പോ പ്രസംഗിക്കുന്ന ഞാൻ മാത്രം വിശുദ്ധരും ബാക്കിയുള്ളവരും തെറ്റുകാരൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനിവിടെ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ നമുക്ക് വന്ന പരാജയത്തെ ചൂണ്ടിക്കാണിക്കുന്നത്, അത് നമുക്ക് സംഭവിക്കാതിരിക്കേണ്ടതിന് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. ഹല്ലേലൂയ. അതിനല്ലേ തിരുവചനം നമുക്ക് തന്നിരിക്കുന്നത്. ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത് വഴിതെറ്റിപ്പോയാൽ തിരിച്ചു വരുത്താൻ ഉപദേശമായിട്ടാ ഈ തിരുവചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ വചനത്തെ ശ്രദ്ധിച്ചേ പറ്റൂ. ഒരു ഇച്ചിരി മതി, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം റോമാലേഖനം 1-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 1-ാം അധ്യായം 29 മുതൽ 32 വരെ. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിശോധനയിലത്രേ. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള, അതല്ല ആ വാക്യല്ലോ 1:29. ആ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്ക മാത്രമല്ല, വാക്യം ശ്രദ്ധിക്കണം, അവയെ പ്രവർത്തിക്ക മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രവർത്തിക്കുന്നതും തെറ്റാ, പ്രവർത്തിക്കുന്നതിൽ പ്രസാദിക്കുന്നതും കൂട്ടുകൂടുന്നതും തെറ്റാന്ന് തിരുവചനം പറയുന്നേ. നമ്മൾ പറയുന്നേ അതിനകത്തുള്ള ആ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ലിസ്റ്റാ. ആ വലിയ ലിസ്റ്റ് ഒന്നും നമ്മൾ വിശദീകരിക്കണം. നല്ലപോലെ നമുക്കറിയാം എന്നാ ഈ പറയുന്നേ. അസൂയയുടെ കാര്യം, സണ്ടയുടെ കാര്യം, ദ്വന്ദ്വപക്ഷത്തിന്റെയും തർക്കത്തിന്റെ, വാഗ്വാദത്തിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ വിശദമായി പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതിയിട്ട് പറയുക, ഈ വക പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, അവര് മരണത്തിന് അധീനരാണ്, മരണത്തിന് വിധേയരാണ്. പക്ഷേ അതിൽ പ്രവർത്തിക്കുന്നവരെ അതിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ആളുകൾ. അതാ സംഭവിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്നൊരു സമൂഹം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, തെറ്റിന് തെറ്റെന്ന് പറയാൻ, നല്ലതിന് നല്ലതെന്ന് പറയാൻ നമുക്കൊരു വിവേചനം ദൈവം തരാനിടയായി തീരട്ടെ. സ്തോത്രം. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായി നിൽക്കുന്ന കാലം. നമുക്ക് എന്തു വേണമെങ്കിലും എഴുതി വിടാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. പല കാര്യങ്ങളും നമ്മൾ വളരെ പബ്ലിക്കായി പറയുന്ന നിലവാരത്തിലേക്ക് മാറി. ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ ചെയ്യുമ്പോൾ നാം ആരാണെന്ന് നമ്മൾ മറന്നുപോയി. നമ്മളെവിടെ നിൽക്കുന്നു എന്ന കാര്യം നമ്മൾ മറന്നുപോയി. പലപ്പോഴും നമ്മുടെ വാല്യൂ നാം തള്ളിക്കളഞ്ഞു, മറന്നുപോയി. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാകിയാൽ ഞാൻ വളരെ താഴ്മയായി പറയട്ടെ, ഞാൻ അടക്കമുള്ള സമൂഹം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ, മാനസാന്തരത്തിലേക്ക് വന്നേ മതിയാകൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ബിലയാമിന്റെ ഉപദേശം കൂലി കൊതിച്ച് സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ദൈവസഭയിലുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് മടങ്ങി വന്ന് 1-2 വാക്യങ്ങൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകം വിട്ട് നമ്മൾ പോണ്ടേ? കാരണം ഇങ്ങനത്തെ ഒരു ലോകത്തിൽ പാർക്കുകയാണെങ്കിൽ ഞാൻ വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എന്നെ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലോകം വിട്ട് ഞാൻ പോണ്ടേ? തിരുവചനം എന്ന് പറയുന്നു, ലോകം വിട്ട് നമുക്ക് പോകാനാവില്ല. 1-2 വാക്യങ്ങൾ വായിച്ച ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 34-ാം വാക്യം. ലൂക്കോസ് 7:34 പെട്ടെന്ന് വായിച്ചോ. അടുത്ത വാക്യം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. യേശു ആളുകളുമായി ഇടപെട്ടപ്പോൾ പറഞ്ഞു, അവൻ പാപികളോട് കൂടെ ഇടപെടുന്നു, ചുങ്കക്കാരുടെ സ്നേഹിതനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാരും
മതസമൂഹം എല്ലാം യേശുവിന് വിരോധമായി സംസാരിക്കാനിടയായി തീർന്നു. നമുക്ക് ഈ ലോകം വിട്ടു പോകാൻ പറ്റില്ല. കർത്താവ് നമ്മെ വിളിക്കുന്ന കാലം വരെ നമ്മൾ ഈ ഭൂമി പാർത്തേ പറ്റൂ. എന്നാ കഷ്ടതയുണ്ടെങ്കിലും എന്നാ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കർത്താവ് നമ്മെ വിളിച്ചതന്നെ രാജ്യത്തിൽ ചേർക്കുന്നത് വരെ നമുക്ക് ഈ ഭൂമിയിൽ പാർത്തേ പറ്റൂ. ഈ ലോകം വിട്ട് ഓടിപ്പോകാൻ സാധ്യമല്ല. പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ നാം അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 25-ാം വാക്യം. 2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 25-ാം വാക്യം. ആകയാൽ പോഷ്കുബയോ ഉപേക്ഷിച്ച്, ഒന്നാമത്തെ കാര്യം സ്പീക്ക് ദ ട്രൂത്ത്. ഈ ഭൂമി പാർക്കുമ്പോൾ പോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ തന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കട്ടെ. സത്യം സംസാരിക്കുന്നവരായി നാം ഈ ഭൂമിയിൽ പാർക്കാനിടയായി തീരണം. 2 സദൃശവാക്യം 23-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. 23-20. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ കുടിയനും അതിഭക്ഷകനും ദരിദ്രരായി തീരും. നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. റോമാലേഖനം 14-ാം അധ്യായം 22-ാം വാക്യോടെ ചേർത്ത് വായിച്ചോ. റോമാലേഖനം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നത് തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാതെ. അതിന് മുകളിലത്തെ വാക്യത്തോട് വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്ന ഒരാശയം, നീതിക്ക് വില കൊടുത്ത് ജീവിക്കണം, സത്യത്തിന് വില കൊടുത്ത് ജീവിക്കണം, നീതിക്ക് വില കൊടുത്ത് ജീവിക്കണം. 3 നന്മയ്ക്ക് വില കൊടുത്ത് ജീവിക്കണം. 2 പത്രോസ് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നന്മയ്ക്ക് വില കൊടുത്ത് നന്മ പ്രധാനമായി കണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഈ ഭൂമി ജീവിക്കുമ്പോൾ സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും ഒക്കെ വില കൊടുത്ത് ദൈവഹിതപ്രകാരം ഈ ഭൂമി ജീവിക്കുവാൻ അത്രേ സ്വർഗത്തിലെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ഇങ്ങനെ ജീവിക്കാനുള്ള ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാം എല്ലാവരും ഓടുന്നു എങ്കിലും വിരുദു പ്രാപിക്കുന്നവർ എല്ലാവരുമല്ല, ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ. പിന്നെ പ്രിയമുള്ളവരെ, നാം ഈ ഭൂമിയിൽ ഓടുമ്പോൾ, കർത്താവിന്റെ പിന്നാലെ ഓടുമ്പോൾ അവൻ ഒരുക്കി വെച്ച വിരുദു പ്രാപിക്കത്തക്കവണ്ണം ഓടാനിടയായി തീരണം. അടുത്ത വാക്യം, സകലത്തിലും വർജനം ആചരിക്കുന്നവരാണ് അംഗം പൊരുതുന്നവർ. പ്രൈസ് ഗാഡ്. സകലത്തിലും വർജനം പ്രാപിക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ അവർ വാടുന്ന കിരീടം പ്രാപിക്കുന്നു. നാമോ വാടാത്ത കിരീടം പ്രാപിക്കാനുള്ളത് കൊണ്ട് വർജനം ചെയ്യേണ്ടത് വർജിച്ച് നാം ഈ കർത്താവിന്റെ പിന്നാലെ ഓടുവാൻ നമുക്കിടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗാഡ്. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 22-ാം അധ്യായം 11 മുതലുള്ള വാക്യത്തിൽ കർത്താവ് പറയുന്ന 1-2 വാക്യങ്ങൾ അതുകൂടെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 22-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അത് ചെയ്തോട്ടെ. നമ്മൾ വിചാരിക്കുന്നത് അവര് ചെയ്തു, ഇവര് ചെയ്തു, അപ്പുറത്തോളവർ ചെയ്തു, അവരൊക്കെ അത് ചെയ്തോട്ടെ. പല ഉപദേശത്തിന്റെയും പിന്നാലെ പൊയ്ക്കോട്ടെ, പല വഴിയിലൂടെ നടന്നോട്ടെ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. അടുത്ത വാക്യം, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. പക്ഷെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. പിന്നെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്.
ഇന്ന് രാവിലെ ഒരു കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, നിത്യരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, വിശുദ്ധരിനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ എന്റെ കർത്താവിന്റെ പക്കൽ പ്രതിഫലമുണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാമല്ലോ. ലോകം എങ്ങനെ വേണമെങ്കിലും പോയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആളുകൾ ചെയ്തോട്ടെ, എത്ര വലിയ തിന്മയും പെരുകിക്കൊള്ളട്ടെ, പക്ഷെ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവവചനത്തിന് വേണ്ടി നിൽക്കാൻ, ഉപദേശത്തിന് വേണ്ടി നിൽക്കാൻ, അവന്റെ വരവരെയും ദൈവകൃപയിൽ ശരണപ്പെട്ട് നിൽക്കാൻ ഈ കർത്താവ് എന്നെ വിളിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ കോംപ്രമൈസ് ചെയ്യുന്ന ലോകത്തിൽ, വിശുദ്ധിക്ക് വില കൊടുക്കാത്ത ലോകത്തിൽ, വേർപാടിന് വില കൊടുക്കാത്ത ലോകത്തിൽ, തിന്മ പെരുകുന്ന ഈ ലോകത്തിൽ കർത്താവേ, അനന്യനായി പരമാർത്ഥിയായി എന്റെ പരലോകത്തിലേക്ക് എത്തുന്നവരെയും എനിക്ക് ജീവിപ്പാൻ കൃപ തരണമേ എന്ന് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച ഒരു പുതിയ സമർപ്പണത്തിനായി എത്ര പേർക്ക് ഇന്ന് ഈ ആലയത്തിൽ സാധിക്കുന്നുണ്ട്? ഒരു പുതിയ തീരുമാനത്തിലേക്ക് വീഴാനല്ല ദൈവം എന്നെ വിളിച്ചത്. എന്റെ രാജ്യത്തിലെത്തുന്നവരെയും കൃപയിൽ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? Most gracious and loving Heavenly Father, we thank you, Lord, for this wonderful morning. On this resurrection day, we have come in your presence to worship your awesome name, O God. You are such a great God, and there is no one equal to you. You are above all other names, and you are the great God, the eternal God, the Redeemer God. You are our Savior. This morning we have come in your presence, O Lord. Forgive all our iniquities as we continue to worship you this morning. Father, we pray that you will continue to strengthen us. Let your Spirit flow in our midst, O God. Minister to each one of us this morning. Lord, I commit our worship team in your loving hands. This morning, Lord, I pray that you will anoint your children to lead the congregation in your time of worship. Help us to forget every concerns. Help us to forget every pain. Help us to forget every worries today and to concentrate on you and to worship your awesome name. Lord, we thank you for the Lord's table that is with us. Help us to remember the sacrifice on the cross. Help us to renew our covenant and the commitment before you this morning. Speak to us, O Lord. Continue to be with us. Father, we thank you for hearing our prayers. In Jesus' most precious name we pray.